വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പഴംപൂരം. അപ്പൊ ഞാനും പൊന്നൂസും കൂടി ഇങ്ങനെ പാടത്തിൽ കൂടെ തന്നെ പോവാന്ന് വെച്ചു. നമ്മുടെ പന്തലൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വന്ന് മുല്ലപ്പൂ കുറച്ചൊക്കെ മേടിച്ചു. എന്നിട്ട് നമ്മളിതാ പടിഞ്ഞാറൻ നടയിൽ കൂടെ തന്നെയാണ് വന്നത്. അതായത് പഴംപൂരം എന്ന് പറയണത് നമ്മുടെ ഇവിടെ നട തുറക്കലാണ് കേട്ടോ. പൂരം കഴിഞ്ഞിട്ട് അമ്മ ഏടത്തിന്റെ കൂടെ തിപ്പറ്റിക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ തിരിച്ചു വന്ന ദിവസമാണ് ഇന്നത്തെ ഈ 7ാമത്തെ ദിവസം. നമുക്ക് ഇന്നത്തെ ദിവസം ചെറിയൊരു പൂരം തന്നെയാണ്. പിന്നെ വൈകുന്നേരം കൂറമുള പൊഴുക്കുന്നതോടുകൂടി പൂരം അവസാനിക്കുള്ളൂ. അപ്പൊ നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ട്, വരിയിലൊന്നും നിന്നില്ല. അപ്പൊ നമ്മൾ തൊഴുത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ പടിഞ്ഞാറേ നട കേട്ടോ, അതായത് മേൽമന്ന് എന്ന് നമ്മൾ പറയില്ലേ. അപ്പൊ ഈ കാണുന്നതൊക്കെ നാലമ്പലത്തിനകത്തേക്കുള്ള വരിയാണ് കേട്ടോ. കാരണം നമുക്ക് ഇനി സമാധാനത്തിൽ തൊഴുതണമെങ്കിൽ ഇട ദിവസങ്ങളിൽ വന്നാൽ നമുക്ക് ഇഷ്ടം പോലെ നിന്ന് അമ്മയെ തൊഴുത് ഇറങ്ങാം കേട്ടോ. ഞങ്ങൾ പിന്നെ മംഗലത്തിലാണെങ്കിൽ കൂടെ ഇപ്പൊ അമ്മനെ കാണണമെന്ന് തോന്നിയാൽ ഷടേന്ന് കുളി കഴിഞ്ഞു നമ്മളെ വണ്ടിയെടുത്ത് വന്ന് തൊഴുതിയിട്ട് പോവാറാണ് പതിവ്. പിന്നെ പൊന്നൂസിന് ഏറ്റവും വരാൻ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കാവശ്ശേരിയും നമ്മുടെ പരക്കേട്ടുമാവും. അങ്ങനെ നമ്മൾ തൊഴുതു വലം വെക്കലൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ പടിഞ്ഞാറൻ നടയെ കൂടെ തന്നെ വന്നിട്ട് ഇവിടെ ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട്. രണ്ട് വശത്തുണ്ട്, മുൻവശത്തും നിറയെ കച്ചവടക്കാരുണ്ട്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അധികം സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ മോനോട്ടിനെ കൊണ്ടൊക്കെ നമുക്ക് സമാധാനത്തിൽ നടക്കാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ കേട്ടതാണ് കേട്ടോ പറവാദ്യം, നമ്മുടെ പൂരത്തിന്റെ ഒരു മെയിൻ വാദ്യമാണത്. അങ്ങനെ വന്ന് കുറച്ച് ഹൽവയും പൊരിയൊക്കെ മേടിക്കാന്ന് വെച്ചു. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ എത്ര ഹൽവ വാങ്ങി കഴിച്ചാലും ഈ പൂരപ്പറമ്പിൽ നിന്ന് വാങ്ങി കഴിക്കുമ്പോൾ അതിന്റെ ഒരു രുചി വേറെ തന്നെയാണ് അല്ലെ. എപ്പോഴും പതിവില്ലാതാണ് കേട്ടോ, പക്ഷെ ഭംഗി കണ്ടപ്പോ ഒരു മാലയും കമ്മലും ഒക്കെ മേടിച്ചു. പിന്നെ അമ്പലത്തിന്റെ ചുറ്റും എല്ലാ വശത്തും നോക്കിയാലും ഐസ്ക്രീം വണ്ടികളാണ് കേട്ടോ. നമുക്ക് എങ്ങനെ കഴിക്കാതിരിക്കാൻ തോന്നും. പിന്നെ നല്ല പൊരി വെയിലും ഒഴിഞ്ഞ വയറും ഈ ഐസ് ഇങ്ങനെ കഴിക്കുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, പൊന്നോ. അപ്പൊ നല്ല തിരക്കാണ് കേട്ടോ. പിന്നെ ഇതൊന്നും അല്ല, കാലത്ത് ഓഫീസിലേക്ക് അങ്ങനെ പണിക്ക് പോകുന്ന ആളുകളുടെ തിരക്കൊക്കെ രാവിലെ കഴിഞ്ഞു. അപ്പൊ ദാ മോനേട്ടൻ വാങ്ങി തന്ന സാധനങ്ങളൊക്കെ മോനേട്ടന്റെ വണ്ടിയിൽ തന്നെ വെച്ച് ആള് കൊണ്ടുപോയി കേട്ടോ. നമ്മൾ 3 പേരും കൂടെ വണ്ടിയിൽ വരുന്നത് അത്ര സേഫ് അല്ലല്ലോ. ഞാനും പൊന്നൂസും കൂടി ഇങ്ങനെ പാടത്തോടെ നടന്നു. പൊന്നൂസിന് അത് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഇത് ഞാൻ മുൻകൂട്ടി കണ്ട് ഞാൻ കൊടയൊക്കെ കൈവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ വിശാലമായി കിടക്കണ പൂരപ്പറമ്പ്. ആ കാണുന്നതാണ് നമ്മുടെ ഈടിവടിയല്ല. ഞങ്ങളിങ്ങനെ നടന്ന് കഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഒരാൾ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും എന്താ അമ്മ ഇവിടെ നല്ല സുടുസുടാന്ന് ദോശയൊക്കെ ചുട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ അതിനുള്ളൊരു സന്തോഷമായിട്ട് ഞാൻ വാങ്ങിച്ച മാല ഇങ്ങനെ കൊണ്ടുവന്ന് അമ്മയുടെ കഴുത്തിൽ വെച്ചു കൊടുത്തു. ദേവിക്കാണെങ്കിൽ ഇവിടെ ചിരി വന്നിട്ടേ, പക്ഷെ ക്യാമറ ഉള്ളത് കാരണം ഒന്നും മിണ്ടാതെ നിന്നു കേട്ടോ. അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞു. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴേക്കും അച്ചാച്ചൻ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇനി മസാലയൊക്കെ പെട്ടി വെക്കാവുന്നത്. യെസ്. അപ്പൊ നമ്മൾ സവാള എരിയാൻ പോവുകയാണ്. സഹായിക്കാൻ എന്ന വ്യാജേന അച്ഛൻ ഇവിടെ വെളുത്തുള്ളി ചവച്ചുകൊണ്ടിരിക്കുകയാണ്, കള്ളൻ. നമ്മളങ്ങനെ മസാലകളൊക്കെ ചിക്കനിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച ചിക്കനെ ഇനി നമുക്ക് തട്ടി കൊടുക്കാം. അങ്ങനെ നമ്മൾ വിറകടുപ്പിലാണ് ഇന്ന് ചിക്കൻ കറി വെക്കണത്. എന്നത്തെയും പോലെ തന്നെ കേട്ടോ, ഇന്ന് മാത്രമല്ല. അപ്പോൾ അതാ നമ്മുടെ ഇവിടെ ഇളക്കാനുള്ള ആളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പായസം ആണെങ്കിലും ശരി ചിക്കൻ കറി ആണെങ്കിലും ശരി ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കാനേ അമ്മനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ വേറെ ഒരാൾ. ഗൈസ്, അപ്പോൾ നമ്മളിനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ അതാ ഇന്നത്തെ സ്പെഷ്യലായിട്ട് നമ്മൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. സാധാ ചോറാണ് വെക്കണമെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ ചിക്കൻ വാങ്ങിക്കാൻ പോയപ്പോൾ കുറച്ച് അരി കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അച്ഛൻ എന്തുകൊണ്ട് തന്നാലും മതിയാവില്ല കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ വിറകടുപ്പിൽ നല്ല ചിക്കൻ ഇവിടെ റെഡിയായി വന്നുകൊണ്ടിരിക്കണം. അപ്പുറത്തെ ഗ്യാസിൽ നെയ്ച്ചോറും. പിന്നെ ഏത് ഭക്ഷണമായാലും ആഘോഷ ദിവസം ഇവിടെ പപ്പടം അത് നിർബന്ധ, പ്രത്യേകിച്ച് പൊന്നൂസിന്. അപ്പൊ അത് അങ്ങനെ പപ്പടമൊക്കെ വറുത്ത് കോരി. അപ്പൊ ആ എണ്ണയിൽ തന്നെ കുറച്ച് ചിക്കൻ കഷ്ണങ്ങൾ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനൊരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് കുക്കറിൽ ഒരു വിസിലൊന്ന് വേവിച്ചെടുത്തുട്ടോ, എന്നിട്ടാണ് ഫ്രൈ ചെയ്തത്. അപ്പൊ നമ്മുടെ നെയ്ച്ചോറൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ ഇനിയിപ്പൊ നമുക്ക് നെയ്ച്ചോറിൽ കുറച്ച് അലങ്കോല പണികളൊക്കെ ചെയ്യാം കേട്ടോ. അതിനായിട്ട് കുറച്ച് ഉള്ളിയൊക്കെ വറുത്ത് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നമുക്ക് നെയ്ച്ചോറും ചിക്കൻ ഗ്രേവിയും പിന്നെ ചിക്കൻ ഫ്രൈയും പിന്നെ സാലഡ്
കൂടാണ്ട് പപ്പടം പൊരിച്ചത്. അപ്പൊ എന്തായാലും ഈ വർഷത്തെ പൂരം നമ്മൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ചെറുതായിട്ടാണെങ്കിലും സന്തോഷത്തോടെ നമ്മൾ ആഘോഷിച്ചു. കഴിഞ്ഞ വർഷമാണെങ്കിലും നമ്മൾക്ക് ഒരുപാട് വിഷമവും സങ്കടവും എന്താ പറയാ, മോനേട്ടന് അധികം എണീറ്റ് നടക്കാനൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അമ്മ മരിച്ചതിന്റെ ആ ഒരു വർഷം. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മള് വലിയ ഒന്നും നമ്മൾ പൂരപ്പറമ്പിൽ പോയില്ല, ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ വന്നു എന്ന് മാത്രം. എന്തായാലും കഴിഞ്ഞ വർഷത്തെ നമ്മുടെ സങ്കടം എല്ലാം കണ്ട് അമ്മ ഈ വർഷം നമുക്ക് ഇത്രയെങ്കിലും മാറ്റം തന്നില്ലേ. അതാണ് ഞങ്ങളുടെ ഭഗവതി. നമ്മള് വിളിച്ച വിളിപ്പുറത്തെത്തുന്ന അമ്മയാണ് പരിക്കേട്ട് ഭഗവതി. അപ്പൊ ദാ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാനിത് ആടെ ആഭരണങ്ങളൊക്കെ മാറ്റി വെച്ചു. ഇനിയിപ്പോ നമ്മള് പൊരി അലുവയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നേ. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.